വയനാട് സുൽത്താൻ ബത്തേരിയിലെ LDF തെരഞ്ഞെടുപ്പ് റാലിയിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇപ്പോൾ സംസാരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. The CBI it has become the political tool of the Modi government. The RBI that is being challenged and attacked so that Modi government wants to get its surplus funds. The CVC, the CAG and now the Election Commission. It has never happened in the history of India that the Supreme Court and the Chief Justice of India threatens the Election Commission. You are not using your powers, and he threatens by saying what? I will summon the Chief Election Commissioner before the Supreme Court. It is after that the Election Commission took some action against the UP Chief Minister and 3 other people. So it is the devaluation and undermining of parliamentary institutions, constitutional authorities is why. Because the weaker they become, easier to convert India into the Hindu Rashtra, the fascistic concept of a Hindu Rashtra of the RSS. That is what they are doing, and that has to be stopped. That is why they have to be defeated and an alternate secular government has to be put in place. ഇന്ത്യയെ രക്ഷിക്കുക എന്നുള്ള മുദ്രാവാക്യമാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ നമുക്കറിയാം കഴിഞ്ഞ 5 വർഷങ്ങളായി പാർലമെന്റിനെ തന്നെ നോക്കുകുത്തിയാക്കി മാറ്റി ഭരണഘടനാ സ്ഥാപനങ്ങളെ ഒന്നൊന്നായി പൊളിച്ച് കളയുന്ന ഒരു നയങ്ങളാണ് അദ്ദേഹം നടപ്പാക്കിയിരിക്കുന്നത്. ശ്രീ വീരേന്ദ്രകുമാറിനോട് ചോദിച്ചാൽ അറിയാം എത്ര ദിവസമാണ് രാജ്യസഭ ചേർന്നിരിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കുറവ് ദിവസങ്ങളാണ് പാർലമെന്റും രാജ്യസഭയും ചേർന്നിരിക്കുന്നത്. സുപ്രീം കോടതിയിലെ സീനിയർമാരായ ജഡ്ജിമാർ പത്രസമ്മേളനം നടത്തി പറയുന്നു സർക്കാരിന്റെ ഇടപെടലിനെ കുറിച്ച്. CBIയെ രാഷ്ട്രീയോപകരണമായി മാറ്റിയിരിക്കുന്നു. മോദി സർക്കാരിന് വേണ്ടി പണം കൊടുക്കുവാൻ വേണ്ടി ആ റിസർവ് ബാങ്കിനെ ഒരു ഉപകരണമാക്കി മാറ്റിയിരിക്കുന്നു. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, CAG, അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ കമ്മീഷൻ അടക്കം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നുവരെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നേരിട്ട് ശാസിച്ചിരിക്കുകയാണ് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ. അവരെ വിളിച്ചു. സീതാറാം യെച്ചൂരിയാണ് ഇപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പങ്കെടുക്കുന്നത്. മോദി വിമർശനമാണ് അദ്ദേഹം നടത്തുന്നത്.